ഞങ്ങൾ ഒരുപാട് നാളായി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അതങ്ങനെ നീണ്ടുപോകും. എന്നാൽ ഇപ്രാവശ്യം എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ 6 പേരായിരുന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ വഴി ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തി. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ചായയും കുടിച്ച് ഞങ്ങൾ പറമ്പിക്കുളത്തേക്ക് തിരിച്ചു. റോഡിൻ്റെ ഇരുവശവും നല്ല പുളിമരങ്ങൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അത്. പോകുന്ന വഴിക്ക് കാളവണ്ടികളും കുതിരവണ്ടികളുമൊക്കെ പോകുന്നത് കണ്ടു. വളരെ കൗതുകത്തോടെയാണ് നോക്കിയത്. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അന്യം നിന്ന് പോയ കാഴ്ചയാണല്ലോ അത്. പൊള്ളാച്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് വിശാലമായ തെങ്ങിൻ തോപ്പുകൾ. നമ്മുടെ നാട്ടിലേതുപോലെയല്ല. നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ടെന്ന് ഓരോ തോട്ടവും കണ്ടാൽ തന്നെ അറിയാം. പോകുന്ന വഴിയിൽ കഴിക്കാനായി കുറച്ച് പഴം വാങ്ങിയിരുന്നു. കേരളത്തേക്കാൾ വില കൂടുതലാണിവിടെ. അതുപോലെ തന്നെ തലേന്ന് രാത്രി കറി വെക്കാൻ ചിക്കൻ വാങ്ങിയിരുന്നു. അതിനും നമ്മുടെ നാട്ടിലേക്കാൾ വില കൂടുതൽ. ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ നിന്നല്ലേ സാധനങ്ങൾ വരുന്നത്, അപ്പോൾ എന്താ ഇവിടെ ഇത്രയും വിലയെന്ന്. യാത്ര ചെയ്ത് ഞങ്ങൾ ആനമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ആനമല ടൈഗർ റിസർവ്. ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമെന്നും ഇതറിയപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണിവിടം. പൊള്ളാച്ചിയാണ് ഈ കടുവ സങ്കേതത്തിൻ്റെ ഔദ്യോഗിക ആസ്ഥാനം. ഇതിലൂടെ വേണം നമുക്ക് പറമ്പിക്കുളത്തേക്ക് പ്രവേശിക്കാൻ. ഞങ്ങളുടെ വാഹനത്തിൽ ഗ്യാസ് അടുപ്പുണ്ടായിരുന്നത് അവിടെ ഇറക്കി വെച്ചു. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറി. ഞങ്ങൾ എത്തിയ സമയം അധികം തിരക്കൊന്നുമില്ലായിരുന്നു. കാടിനുള്ളിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഒരു കാട്ടുപോത്ത് ഓപ്പോസിറ്റ് വരുന്നത് കണ്ടു. അത് വരുന്നതിനനുസരിച്ച് വാഹനങ്ങൾ പുറകോട്ട് വരുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അങ്ങനെ വന്നതിന് ശേഷം അത് കാട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വാഹനത്തിന് മുമ്പിലുണ്ടായിരുന്ന 2 വണ്ടികളിലും ഫാമിലി ആയിരുന്നു. അവർ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലെത്തും. അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വീണ്ടും വേറെ ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ചാൽ പറമ്പിക്കുളം ഫോറസ്റ്റ് ഓഫീസും സ്റ്റേ ചെയ്യാനുള്ള ഹട്ടുകളുമൊക്കെയുള്ള സ്ഥലത്തെത്തും. അവിടെ നിന്ന് കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. നമ്മുടെ വാഹനവുമായി പോവുകയാണെങ്കിൽ 400 രൂപയും അവരുടെ വാഹനത്തിൽ പോകുകയാണെങ്കിൽ 500 രൂപയും ഒരാൾക്ക് നൽകണം. ചുരുക്കി പറഞ്ഞാൽ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ 3 പ്രാവശ്യം ടിക്കറ്റ് എടുക്കണം. ഏതായാലും ഞങ്ങൾ അവരുടെ വാഹനത്തിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ റിസർവാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. 2010 പറമ്പിക്കുളത്തെ കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചത്. 643.66 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തീർണം. 25 മുതൽ 30 വരെ കടുവകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. കടുവ, പുള്ളിപ്പുലി, കാട്ടുനായ, മുതല എന്നിവയാണ് ഇവിടുത്തെ പ്രധാന മാംസഭോജികൾ. പുള്ളിമാൻ, കലമാൻ, കേഴമാൻ, കാട്ടുപോത്ത് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഇരവർഗം. കരിമല ഗോപുരമാണ് ഏറ്റവും ഉയരമുള്ള മല. 6 ആദിവാസി ഊരുകളിലായി 2200 ആദിവാസികൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. പാലക്കാട് ചുരത്തിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ് വടക്കും വടക്ക് പടിഞ്ഞാറ് നെല്ലിയാമ്പതി മലനിരകളാലും കിഴക്കും കിഴക്ക് തെക്കും ആനമല മലനിരകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. പറമ്പിക്കുളത്തിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മീറ്ററാണ്.
തെക്കൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വിപുലമായ ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകളിൽ ഒന്നാണിത്. മുതുവാൻ, മലസർ, മലമലസർ, കാടർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് പറമ്പിക്കുളം വനപ്രദേശത്തെ ആദ്യ മനുഷ്യവാസികൾ. അവരിൽ ഒരുപാട് പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ടിക്കറ്റിനായി നൽകുന്ന പണം ഉപയോഗിച്ചാണ് അവർക്ക് ശമ്പളവും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമെല്ലാം കഴിഞ്ഞു പോകുന്നത്. കന്നിമാര തേക്ക്, പെരുവാരിപ്പള്ളം ഡാം, തൂണക്കടവ് ഡാം, പറമ്പിക്കുളം ഡാം, വാലി വ്യൂ പോയിൻ്റ്, ഡാം വ്യൂ പോയിൻ്റ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. പറമ്പിക്കുളം ടൈഗർ റിസർവിലെ പ്രധാന ആകർഷണമാണ് കന്നിമാര തേക്ക്. ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ തേക്കിന് 42 മീറ്ററോളം ഉയരവും 7.2 മീറ്റർ ചുറ്റളവുമുണ്ട്. പറമ്പിക്കുളം ടൂറിസം ഓഫീസിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കന്യക എന്നർത്ഥം വരുന്ന കന്നി, മരം എന്നർത്ഥം വരുന്ന മാര എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ഈ മരത്തിൻ്റെ പേര് ഉത്ഭവിച്ചത്. പറമ്പിക്കുളത്തെ കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വൃക്ഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുറിക്കാൻ ശ്രമിച്ചപ്പോൾ മരത്തിൽ നിന്നും രക്തം ഒഴുകിയെന്നാണ് ഐതിഹ്യം. കന്നിമാര തേക്കിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് 1994-95 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ഇതിന് നൽകുകയുണ്ടായി. ഈ മരം സന്ദർശിക്കാനും പഠനം നടത്താനും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. തൂണക്കടവ് അണക്കെട്ടാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. പറമ്പിക്കുളം ആളിയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഇത് പറമ്പിക്കുളം നദിയുടെ കൈവഴിയായ തൂണക്കടവ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിൽ സംഭരിക്കുന്ന ജലം പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം അണക്കെട്ട് ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് 7.25 TMC ജലം കേരളത്തിന് വർഷം തോറും ലഭിക്കേണ്ടതാണ്. എന്നാൽ 2004 കരാർ പ്രകാരമുള്ള ജലം കേരളത്തിന് ലഭ്യമായില്ല. ഇത് സമീപ പ്രദേശങ്ങളിൽ കൃഷിനാശത്തിന് കാരണമായിരുന്നു. പ്രധാനമായും ചിറ്റൂർ താലൂക്കിനെയാണ് അന്ന് കൃഷിനാശം കൂടുതലായും ബാധിച്ചത്. പറമ്പിക്കുളം അണക്കെട്ട്, ആളിയാർ അണക്കെട്ട് എന്നിവയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. കാടിനുള്ളിലൂടെയുള്ള യാത്രയുടെ അവസാനം ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് അവിടെ ഒരു മോണമെൻ്റ് കണ്ടത്. അതിനു മുകളിൽ ഒരു അശോക സ്തംഭവുമുണ്ട്. കൂടെയുണ്ടായിരുന്ന ഗൈഡിനോട് അത് എന്താണെന്ന് സംശയം ചോദിച്ചപ്പോൾ അത് അശോക സ്തംഭമാണ്, ഇന്ത്യയിൽ ഇത് ആകെ 2 എണ്ണമേ ഉള്ളൂ, ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഡൽഹിയിലും എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു വിശ്വാസം വരാത്തതുകൊണ്ട് ഞാൻ അതിനടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ ഫലകത്തിൽ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തതായി കൊത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ സംഭവം അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല. പറമ്പിക്കുളം ആളിയാർ പദ്ധതി എന്ന പേരിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു ജലപങ്കിടൽ കരാർ ആളിയാർ അണക്കെട്ടുമായി നിലവിലുണ്ട്. പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കായി 1959-69 കാലഘട്ടത്തിലാണ് ആളിയാർ നദിക്ക് കുറുകെ ആളിയാർ അണക്കെട്ട് പണി കഴിപ്പിച്ചത്. 1962 ഒക്ടോബർ 2 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജായിരുന്നു അധ്യക്ഷൻ. ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി 2002 അവിടെ ഒരു പദ്ധതി ആരംഭിച്ചു. അതായത് ഈ അണക്കെട്ട് നിർമ്മിച്ചതിൻ്റെ ഒരു സ്മാരകമായാണ് ഇതവിടെ ഉണ്ടാക്കിയത്. കാടിനുള്ളിലൂടെ മണിക്കൂറുകളോളം സഞ്ചരിച്ചെങ്കിലും മാൻ, കുരങ്ങ് എന്നിവ ഒഴികെ മറ്റൊന്നിനെയും കാണാൻ സാധിച്ചില്ല. കാട്ടിൽ കയറിയാൽ മൃഗങ്ങളെ കാണാൻ കഴിയുന്നത് ഒരു ലക്കാണെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഗൈഡ് പറഞ്ഞിരുന്നു. ഏതായാലും ഞങ്ങൾ പുറത്തെത്തി. അപ്പോഴും ധാരാളം ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. പാലക്കാട് നിന്ന് രാവിലെ 7:45 പറമ്പിക്കുളത്തേക്ക് KSRTC ബസ്സുണ്ട്. അതുപോലെ പൊള്ളാച്ചിയിൽ നിന്ന് തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്
രാവിലെ 6:05 ഉണ്ട്.